ഹായ് ഗൈസ്, ട്രിപ്പ് ആൻഡ് എപ്പിക് വിത്ത് ശരത്തിന്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം. യെസ്, ഒടുവിൽ അവൻ എത്തിച്ചിരിക്കുകയാണ് ഗൈസ്. ഹലോ. അപ്പോൾ ഗൈസ്, ഇന്ന് ഞങ്ങളുള്ളത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്തുള്ള കൂവേരിയിലാണ്. കൂവേരി തൂക്കുപാലത്തിലാണ്. ഇത് അത്യാവശ്യം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു തൂക്കുപാലമാണ് കേട്ടോ. അപ്പം ഇന്നത്തെ കാലത്തെ ആൾക്കാരോട് തൂക്കുപാലം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജനറേഷനിലെ ആൾക്കാർ ചിലപ്പം അധികം കയറിയിട്ടോ കണ്ടിട്ടോ ഉണ്ടാവില്ല. കാരണം ഇപ്പം എല്ലായിടത്തും കോൺക്രീറ്റ് ചെയ്ത പാലങ്ങളൊക്കെയാണുള്ളത്. തൂക്കുപാലങ്ങളൊക്കെ അന്യം നിന്നു പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് തൂക്കുപാലത്തിൽ കയറണം, അല്ലെങ്കിൽ തൂക്കുപാലത്തിൽ കയറിയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നേരെ തളിപ്പറമ്പിനടുത്തുള്ള കൂവേരിയിലോട്ട് വരിക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഈ കൂവേരി തൂക്കുപാലത്തെക്കുറിച്ചുള്ളതാണ്. വെൽക്കം ടു കൂവേരി. ഇഷമോളും കൂടി ഇതാ തൂക്കുപാലത്തിലേക്ക് കയറുകയാണ്. നല്ല ആട്ടമുണ്ട് കേട്ടോ. പാലം നന്നായി ഷേക്കാവുന്നുണ്ട്. ഇഷമോളെ, ഇഷമോളെ, ഹരി ഹായ് പറഞ്ഞേ. ഇങ്ങോട്ട് നോക്കിയിട്ട് പറയുന്നേ. ഇങ്ങോട്ട് നോക്കിയേ. അത് ആട്ടുന്നുണ്ടോ അവിടെ നിന്ന് ആൾക്കാർ? ഇങ്ങോട്ട് നോക്ക്. പേടിയുണ്ടോ? പേടിയുണ്ടോ? അവരാട്ടുന്നുണ്ട്. പേടിയുണ്ടായാലും നടക്കണ്ട, നിന്നു. ആട്ടം നിർത്തിക്കാൻ പറയും. ഹലോ, പോയി. ഇഷമോളുടെ പാട്ടാണ് അടുത്തതായിട്ട്. ഇഷമോൾ ഒരു പാട്ട് പാടിക്കേ. കാക്കേ കാക്കേ കൂടെ വീടേ. അതുപോലെ ഗൈസ്, ഇന്ന് നമ്മുടെ കൂടെ ഞങ്ങളുടെ ഫ്രണ്ട് ഫെബിനും ഉണ്ട്. കാരണം നടക്കുമ്പോൾ തന്നെ ഈ പാലം നന്നായിട്ട് ആടുന്നുണ്ട്. അവൻ ജീവൻ പണയം വെച്ചാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ചിരിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിൽ വൻ പേടിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, ഈ ഇവിടുന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിഭീമാകാരമായിട്ടുള്ളൊരു പുഴയാണ് ഇവിടെ ഉള്ളത്. പക്ഷെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് കേട്ടോ ഈ പുഴ. അതിസുന്ദരിയാണ്. പ്രകൃതി നമുക്ക് വേണ്ടി ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം ഇവിടെ ഒരുക്കി വെച്ചിട്ട് നമ്മളത് വന്ന് കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞു. കാരണം നമ്മൾ ഈ വലിയ വലിയ തൂക്കുപാലങ്ങളൊക്കെ പല രാജ്യങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അടുത്ത് കിടക്കുന്ന ഈ സ്ഥലം ഇത്രയും പ്രകൃതി മനോഹരമായിട്ടുള്ളൊരു സ്ഥലമുള്ളപ്പോൾ നിങ്ങൾ മാക്സിമം ഇവിടെ വന്നിത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം അത്രയ്ക്കൊരു ഭംഗിയാണ്. ഇതിലൊരു കുറച്ച് അഡ്വഞ്ചറും കൂടെ ആണെന്ന് പറയാം. കാരണം ഈ പാലത്തിലൂടെ നടക്കുമ്പം, ഈ പാലത്തിലോട്ട് ആദ്യം കയറുമ്പോൾ ആൾക്കാർക്ക് ചെറിയൊരു ഭയം വരും. കാരണം ഈ പാലം നല്ല രീതിയിൽ ഷെയ്ക്കാവും. പക്ഷേ സേഫ്റ്റിയാണ്, വളരെ സേഫാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ ഉണ്ടല്ലോ, ഒന്ന് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈബാണ് കേട്ടോ. ഒന്നും പറയാനില്ല. അത്യാവശ്യം വലിയ നീളത്തിലാണ് കേട്ടോ ഈ തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്തരം തൂക്കുപാലങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയായിട്ട് മാറിക്കഴിഞ്ഞു കേട്ടോ.
അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ വീക്കെൻഡിലും വൈകുന്നേരങ്ങളിലൊക്കെ ഫാമിലി ആയിട്ടും അല്ലാതെയൊക്കെ വിസിറ്റ് ചെയ്യാൻ വരാറുണ്ട്. ഇവിടെ വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് ഇത് ചെറുതായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ചെറിയൊരു ടൂറിസം സ്പോട്ടായിട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് വന്നിരിക്കാനും സംസാരിക്കാനും ഒക്കെ ചെറിയൊരു സെറ്റപ്പൊക്കെ ഇവരിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഈ പുഴയുടെ പാലത്തിന് താഴെയുള്ള പ്രദേശത്തോട്ടൊന്ന് പോയി നോക്കാം. അതിമനോഹരമാണ് കേട്ടോ. പ്രകൃതി എത്ര സൗന്ദര്യമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഇതുപോലെയുള്ളൊരു സ്ഥലങ്ങളിലേക്ക് വരുമ്പോഴാണ്. നമ്മുടെ ഫെബിൻ ബ്രോ അവിടെ നിന്ന് കല്ലുകൾ എറിഞ്ഞ് ഫോട്ടോ എടുക്കുകയും സെറ്റപ്പൊക്കെ ചെയ്യുന്നുണ്ട്. ഫെബിന കല്ലൊന്നൂടെ എറിഞ്ഞടാ. ഈ ഷമോളിതേ തോട്ടിലോട്ട് കുളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ാണ് ഇങ്ങോട്ടുമില്ല, വെള്ളത്തിൽ പൊങ്ങിപ്പോകും. ഷമോള് വെള്ളം കണ്ടോടെ ഭയങ്കര ഹാപ്പി ആയിരിക്കാണ് ഗേസ്. ഹലോ ഇങ്ങോട്ട് നോക്കി ഗേസ്. അടുത്തായി ഷമോടെ മെയിൻ കലാപരിപാടിയാണ് വെള്ളത്തിലേക്ക് കല്ലെടുത്തെറിയൽ. നമ്മുടെ ഫെബിൻ ബ്രോ കല്ലെറിഞ്ഞ് അക്കരെ എത്തിക്കാൻ നോക്കുകയാണ് കേട്ടോ. എല്ലാ അറ്റംപ്റ്റും പാടുമാണ്. എനിക്ക് തോന്നിയത് ഒരു 50-ാമത്തെ 60-ാമത്തെ പ്രാവശ്യമാണ് അവന്. ഒരു മടുപ്പുമില്ല, യാതൊരു മടുപ്പും ഇല്ലാണ്ട് രണ്ടും കൽപ്പിച്ചതാണ്. വീഡിയോ എടുത്തെടുത്ത് എൻ്റെ ക്യാമറയുടെ ചാർജ് തീർന്നല്ലാണ്ട് ഇവൻ ആ കല്ല് ആ സൈഡിലെത്തിക്കുന്ന യാതൊരു ലക്ഷണം കാണുന്നില്ല. എറിയടാ യെസ്, ഒടുവിൽ അവൻ എത്തിച്ചിരിക്കുകയാണ് ഗൈസ്. കല്ലക്കരെ എത്തിച്ചിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റുകളൊന്നും ഇവിടെ വരാറൊന്നുമില്ല. ഈ കുറച്ച് ദൂരത്തു നിന്നുള്ള ആൾക്കാരൊക്കെ വരാറുള്ളൂ. പക്ഷേങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്പോട്ട് മിസ്സാകും നിങ്ങളിവിടെ വന്നില്ലെങ്കിൽ. അത്ര വലിയ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അടിപൊളി വൈബാണ്. അപ്പോൾ കുറച്ചധികം ആൾക്കാർ വരാൻ തുടങ്ങിയ പിന്നെ ഇവിടെ പഞ്ചായത്ത് ചെറിയൊരു ടൂറിസം പ്രമോഷൻ പോലെ ഇരിക്കാനും അതുപോലെ ചെറിയൊരു പാർക്ക് പോലെയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെയാണിത്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ വന്ന് കുളിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് കേട്ടോ. നീന്തൽ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് കുളിക്കാം. അതുപോലെ ഈവനിങ് വന്നിരുന്ന് ഇവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം. ആയിഷ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇവിടെ ഈ ഈവനിങ് ടൈമിൽ ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ക്ലൈമറ്റും ഇവിടുത്തെ ഈ തണുപ്പും ഒക്കെ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇവിടുത്തെ ഈ തൂക്കുപാലവും പിന്നെ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ നല്ല രസമായിരിക്കും. ഗൈസ്, ഇവിടുത്തെ ഈ നേച്ചറിൻ്റെ ഒക്കെ ഒരു ബ്യൂട്ടി കണ്ടിട്ട് ഐശ്വര്യയ്ക്ക് ഒരു പാട്ട് പാടണമെന്നൊരാഗ്രഹം. എന്നാൽ പിന്നെ പാടാൻ നമ്മളങ്ങ് വിചാരിച്ചു. നമുക്ക് ജസ്റ്റ് ഒന്ന് പാട്ടൊക്കെ ഒന്ന് കേട്ട് നോക്കാം. പട്ടുതെന്നൽ മെല്ലെ തൊട്ടുരുമൈ പോകെ പൊട്ടണിഞ്ഞു നിൽക്കും മൊട്ടുലഞ്ഞു
മേഘത്തെല്ലാം ഉള്ളം കയ്യിൽ തൂകി സ്നേഹം നിൽക്കും നാട് സ്വർഗം തന്നെ തീരത്തേതോ നാളിൽ പണ്ടേ ഇഷ്ടം തേടി അലഞ്ഞിരുന്നു വെള്ളിത്തേരിൽ വിണ്ണിൽ പോകും മേഘത്തിലായി പൊഴിയാതെ ഹലോ കല്ല് ഇഷ്ടംപോലെ കല്ല് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ ക്യാമറ ഒക്കെ ഇപ്പോൾ എറിഞ്ഞ് പൊട്ടിക്കുമെന്ന് തോന്നുന്നു. ആ ഇന്നൊക്കെയാണ്. ഓ അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ മറ്റൊരു സ്ഥലത്തെ വീഡിയോയുമായിട്ട് കാണാം. ടാറ്റാ.